പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്, പക്ഷേ ഇടാൻ സമയം കിട്ടിയില്ല. കർക്കിടക സംക്രാന്തിയൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ഇത് കുട്ടികളുടെ കുഞ്ഞുനാളിലുള്ള ഫോട്ടോസാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ കിടക്കയിലത്തെ വീഡിയോ ഒക്കെ ഒന്ന് മാറ്റി, പിന്നെ നന്നല്ലാത്തൊരു തുണിയൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കേട്ടോ വൃത്തിയാക്കണത്. അപ്പോൾ പിന്നെ പൊടിയും വേസ്റ്റൊന്നും പിന്നെ കിടക്കയിലേക്ക് ആവില്ലല്ലോ. കുട്ടികളുടെ പഴയ നോട്ട് ബുക്കുകളും അതുപോലെ തന്നെ മാഗസീനുകളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യം മാറ്റി. പിന്നെ താഴെ പിന്നെ കുട്ടികളുടെ ഡ്രസ്സായിരുന്നു അവർ നിത്യം ഇടാറുള്ളത്. അപ്പോൾ ആ തുണികൾ അവിടെ നിന്ന് മാറ്റി. പിന്നെ ഏട്ടൻ്റെ ഷർട്ടുകൾ തൂക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ മുകളിൽ നന്നല്ലാത്തൊരു തുണി വിരിച്ചിട്ടു. പിന്നെ മോൾ ഭാഗത്ത് നല്ല മാറോലൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ പെയിൻറ്റ് അടിച്ചുല്ലോ, ആ സമയത്തൊക്കെ പിന്നെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് മാറോലയൊക്കെ തട്ടി. അതുപോലെ തന്നെ ഫാനൊക്കെ ഒന്ന് നന്നായി തുടച്ച ശേഷമാണ് പെയിൻറ്റ് അടിക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് പിന്നെ അധികം മാറോലൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിലത്തെ പൊടിയും മാറോലയൊക്കെ തട്ടൽ കഴിഞ്ഞിട്ട് പിന്നെ ഫാനിലത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടുകയാണ്. ഫാനിലൊക്കെ പിന്നെ നല്ല പൊടിയുണ്ട്. ഞങ്ങൾ പിന്നെ അടുപ്പിലാണല്ലോ വെക്കുക. അപ്പോൾ ആ കരിയൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് പിന്നെ എനിക്കങ്ങനെ എത്തണമുണ്ടായിരുന്നില്ല കേട്ടോ. ഏന്തി വലിഞ്ഞ് നിന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ പൊടി തട്ടുകയാണ്. ഫാനിലത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞ ശേഷം പിന്നെ എല്ലാ ഭാഗത്തൊന്നും നനച്ച് തുടയ്ക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളവും അതുപോലെ തന്നെ തുണിയൊക്കെ എടുത്തു കൊണ്ടുവന്നു. പലമാറയാണ് ആദ്യം തുടയ്ക്കണത്. കുട്ടികളുടെ ബുക്കുകൾ അതുപോലെ തന്നെ തുണികൾ അവർ നിത്യമിടുന്ന തുണികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആലമാറ. കുട്ടികൾക്ക് കിട്ടുന്ന ചില്ലറ പൈസകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ അതൊക്കെ സൂക്ഷിക്കണ ഒരു പാത്രമാണ്. പിന്നെ ഒരു പാത്രം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പാഴ്സൽ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ആ പാത്രം ഉണ്ട്. അതിലെന്തൊക്കെയാണ് അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചു. പിന്നെ ഫാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഫാന് തുടയ്ക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് അധികം എത്തണമില്ല. പിന്നെ സ്റ്റൂൾ അതിൻ്റെ മുകളിൽ കട്ടിലിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ എത്തും, പക്ഷേ പിന്നെ ഉയരത്തിൽ കയറി നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിന് നിന്നില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ടുള്ളൂ തുടച്ചിട്ട്, എന്നാലും അങ്ങനെയൊന്നും തോന്നണില്ല കേട്ടോ. ഫാനിൽ നല്ല കരിയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴാണ് അടുപ്പിൽ നിന്നുള്ള കരിയൊക്കെ എത്ര ഉണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ 1-2 പ്രാവശ്യം ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി പിന്നെ തുണിയൊക്കെ മുക്കിയിട്ട് നല്ലതായി തുടച്ചപ്പോഴാണ് പിന്നെ ഫാനൊക്കെ ഒന്ന് വൃത്തിയായത്. പിന്നെ നമ്മുടെ ഓടിട്ട വീടാണല്ലോ, ഓടിട്ട വീടാണെങ്കിൽ തന്നെ പൊടി മാറോലൊക്കെ കൂടുന്ന തോന്നണേ അല്ലേ. പട്ടികയുടെ ഉള്ളിൽ കൂടി അതുപോലെ തന്നെ ഓടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നല്ല കാറ്റ് വീശുമ്പോൾ പൊടിയൊക്കെ കൂടുതലായിട്ട് ഉള്ളിലേക്ക് കയറുന്നു തോന്നുന്നു. ഇതിപ്പോൾ നമ്മളൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്ക് ഇതേപോലെ ഉണ്ടാവും പൊടിയും അതുപോലെ തന്നെ മാറോലയും. ഞാൻ പിന്നെ അത് മാറോല തട്ടുന്ന സമയത്ത് അങ്ങനെ വിശേഷങ്ങളൊന്നും നോക്കാറില്ല. എപ്പോഴാണ് മുകളിലൊക്കെ മാറോല ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതൊക്കെ ഒന്ന് തട്ടിക്കളയും. അപ്പോൾ പിന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ വലിയ പണി ഉണ്ടാവില്ല. പിന്നെ ജനലുകളൊക്കെ ഒന്ന് നന്നായി നനച്ച് തുടച്ചെടുത്തു. ഇനി പുറം ഭാഗത്ത് കൂടെ പോയിട്ടൊന്ന് തുടയ്ക്കണം. നമുക്ക് ഉള്ളിൽ നിന്ന് ചെയ്യാവുന്നതൊക്കെ ഒന്ന് ചെയ്തു. അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മരുന്ന് കുപ്പികളോ അതുപോലെ തന്നെ കുട്ടികളുടെ ബുക്കുകളൊക്കെ, ഒരാളുടെ ബുക്കുകൾ അവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കറ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുപ്പികൾ നമ്മൾ ഓരോ മരുന്ന് കുപ്പികൾ അതൊക്കെ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ കറ പിടിച്ചാൽ തോന്നുന്നു. കുറേ നേരം അതിൽ ഉരച്ചും കൊണ്ട് നിന്നു. പിന്നെ ഇത് ഏട്ടൻ്റെ വയലിനാണ്. അപ്പോൾ അതിൻ്റെ ബോക്സിൽ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തുടച്ച് വെച്ചു. പിന്നെ അലമാറിൻ്റെ മുകളിലൊക്കെ കടലാസ് വിരിക്കുകയാണ്. അവിടെ ഇനി ബുക്കുകളൊക്കെ അടുക്കി വെക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ തുണികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പിന്നെ നമ്മളൊരു സമാധാനത്തിനൊക്കെ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. പിന്നെ അവരൊക്കെയാണല്ലോ പിന്നെ തുണികളൊക്കെ എടുക്കുക, ഡ്രസ്സൊക്കെ മാറ്റാനൊക്കെ വരുമ്പോൾ. അപ്പോൾ ഒരു വലിക്ക് തന്നെ എല്ലാതും വലിച്ചിടും. പിന്നെ അവരുടെ ഭാഗം അടുക്കി വയ്ക്കലാകുമ്പോൾ പിന്നെ അതേ പഴയ പോലെ തന്നെയാവും. പിന്നെ കുട്ടികളുടെ ബുക്കുകളൊക്കെ സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത് തന്നെ കുറേയൊക്കെ കൊടുക്കും. പിന്നെ അവർ ഏകദേശം വേണ്ടതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കും. കുറേ പേജുകളുള്ളത് അതുപോലെ തന്നെ 4 ലൈനും 2 ലൈനൊക്കെ ചിലപ്പോൾ ചെറിയ ആൾക്കൊക്കെ വേണം. സ്കൂളിലേക്ക് ടീച്ചർമാർ കൊണ്ടുവരാൻ പറയുമ്പോൾ അങ്ങനത്തെ ബുക്കുകളൊക്കെ വാങ്ങിച്ചാൽ അത് പിന്നെ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ആ ബുക്കുകളൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ കളയാൻ തോന്നില്ല. അങ്ങനെ എടുത്തു വെച്ച ബുക്കുകളൊക്കെയാണ് അത്. പിന്നെ കുറച്ച് മാസികകൾ, പിന്നെ ചെറുകഥാപുസ്തകങ്ങൾ കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റിയത്, അതുപോലെ തന്നെ ചില നോവലുകൾ, ഉറൂബിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഉണ്ടല്ലോ, അപ്പോൾ ആ ബുക്ക് അതൊക്കെ ഏട്ടനെ എവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ബുക്കുകളും വായിക്കില്ല. ലൈബ്രറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും വായിക്കും. അങ്ങനെയും കുറച്ച് ബുക്കുകളുണ്ട്. ഒന്നും നമുക്കങ്ങനെ കൊടുക്കാൻ തോന്നില്ല. അപ്പോൾ അതൊക്കെ പിന്നെ അവിടെ അടുക്കി വയ്ക്കും. പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം നേരം കിട്ടുമ്പോൾ. ഇപ്പോൾ പിന്നെ ഞാൻ എല്ലാതും അതിൽ തന്നെ അങ്ങനെ മടക്കി. ഇവിടെയൊക്കെ പിന്നെ കുട്ടികളുടെയൊക്കെ പഴയ ഡ്രസ്സുകളുണ്ടല്ലോ, അതുപോലെ തന്നെ വലിയവരുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, പിന്നെ സാരികൾ, ഇതൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാർ വരാറുണ്ട് അനാഥാലയത്തു നിന്നാണ്. അപ്പോൾ അവർ പിന്നെ അതൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് ചാക്കിലോ അല്ലെങ്കിൽ സെഞ്ചിയിലോ ഒക്കെ ഒന്ന് ആക്കി വെച്ചാൽ മതി. അവർ വന്നിട്ട് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് പിന്നെ നമുക്ക് പഴയ തുണികൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ചിന്ത വേണ്ട. പിന്നെ ഈ തുണികളിലേക്കും പൊടിയൊക്കെ ആവും, ഡോറില്ലല്ലോ. എന്നാലും അവർ എന്നും ഉപയോഗിക്കണ തുണികൾ, എടുക്കണ തുണികളൊക്കെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ നല്ല തുണികൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇടാനുള്ളത് അതൊക്കെ പിന്നെ അലമാറയുടെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്നും ഉപയോഗിക്കണ തുണികൾ മാത്രം ഇവിടെ വയ്ക്കും.
ഷർട്ടുകളൊക്കെ ഉപയോഗിക്കാത്ത ഒരു തുണിയും കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റി. ഇനി ബെഡിൻ്റെ അടിഭാഗത്തേക്ക് മാറോലയും പൊടിയൊക്കെ വീണുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വാരി എടുക്കുകയാണ്. പിന്നെ കട്ടിലിൻ്റെ ഭാഗത്ത് കാൽഭാഗത്തും അതുപോലെ തന്നെ തലഭാഗത്തൊക്കെ പൊടി ഉണ്ടാവുമല്ലോ ആ ഡിസൈനിലൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ബെഡിൻ്റെ കവർ ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ ഊരിയിട്ട് സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റ് മാത്രം ഇനി വിരിക്കണം. ഏകദേശം പിന്നെ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങിയല്ലോ, അപ്പോൾ ഞാൻ ആ ബെഡിലത്തെ പൊടിയൊക്കെ ഒന്ന് നന്നായി തട്ടിക്കളഞ്ഞ ശേഷം പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുകയാണ്. പിന്നെ ബെഡ്ഷീറ്റ് വിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറ്. നമ്മൾ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് മറ്റേ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആദ്യം നമ്മൾ വൃത്തിയാക്കിയ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ആകെ വൃത്തികേടായി ഉണ്ടാവും. എങ്ങനെയെങ്കിലും ആ പണിയൊക്കെ ഒന്ന് തീർത്തു. പിന്നെ നിലമൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. പിന്നെ കട്ടിലിൻ്റെ അടിഭാഗം, അപ്പോൾ എന്നും അവിടെയൊക്കെ തുടയ്ക്കും. എന്നാലും കൂടി ഇന്ന് മാറോലൊക്കെ ഒന്ന് തട്ടുക കാരണം ആ പൊടിയൊക്കെ അറ്റം വരെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ ഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഇനി 2 ഫാനും കൂടി വൃത്തിയാക്കാണ്ട്. ഒരു ഫാന് പിന്നെ ഒരു 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. എന്നാലും അതിൽ നല്ല പൊടിയുണ്ട്. അതുപോലെ തന്നെ ഒന്ന് പിന്നെ നമ്മുടെ റൂമിൽ ഇരിക്കുന്നതാണ്, അതും പിന്നെ ഏകദേശം അടുപ്പിൻ്റെയൊക്കെ അടുത്തായിട്ടാണല്ലോ ആ റൂം വരുന്നത്. അപ്പോൾ അതിൽ നല്ല പൊടിയുണ്ട്. അത് നമ്മൾ തുടച്ചെടുത്താലൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ലീഫും എല്ലാം നന്നായിട്ട് ഉരച്ച് കഴുകണം സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട്. ഈ ഫാനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ അത് വൈറ്റ് ആവുക കാരണം നല്ല പൊടിയൊക്കെ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നനച്ച് തുടച്ചെടുത്തു. പക്ഷേ അതിൻ്റെ ലീഫ് അത് മാത്രം എത്ര കറായിട്ടും പോണില്ല. പിന്നെ അത് ഞാൻ നന്നായിട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയപ്പോഴാണ് കേട്ടോ അതിലൊരു കറയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പോയത്. ഈ ഫാനൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ പണി. ഏട്ടൻ പിന്നെ ആദ്യം തന്നെ അഴിച്ചു വെക്കിയ കാരണം ആ പണി ഉണ്ടായില്ല. പിന്നെ ഓരോ കമ്പനിയുടെ ഓരോ വ്യത്യാസമല്ലേ. നമ്മുടെ റൂമിലിരിക്കണ ആ ഫാൻ ഞാൻ തന്നെയാണ് ഇടയ്ക്ക് ഇതുപോലെ സ്ക്രൂ ഒക്കെ ലൂസാക്കി അതൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ഫിറ്റ് ചെയ്യലൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ ഈ ഫാൻ എന്താ നല്ല ബുദ്ധിമുട്ട് തോന്നി. കുറേയൊക്കെ ഞാൻ ശ്രമിച്ചു കേട്ടോ, പക്ഷെ പറ്റണില്ല. നമ്മൾ ഒരു ഭാഗമൊക്കെ ഒന്ന് അതിൽ ഇട്ട് വരുമ്പോഴേക്കും മറ്റേ ഭാഗം കഴിഞ്ഞ് വരും. അങ്ങനെ കുറേ നേരം അതിലിരുന്നു. പിന്നെ ഫാനിപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ അല്ലേ, ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്താണ്. ഞാൻ എൻ്റെ കുറേ നേരം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളഞ്ഞു കേട്ടോ. പിന്നെ ഏട്ടൻ വന്ന ശേഷമാണ് പിന്നെ അതൊന്ന് ഫിറ്റ് ചെയ്തത്. പിന്നെ അടുത്ത ഫാൻ എടുത്ത് വൃത്തിയാക്കാൻ വേണ്ടി അത് പിന്നെ ഞാൻ തന്നെയാണ് അത് അഴിക്കണതും അതുപോലെ തന്നെ വൃത്തിയാക്കണതും ഫിറ്റ് ചെയ്യണതൊക്കെ. അത് പിന്നെ നല്ല എളുപ്പമാണ്. ഇന്നിപ്പോൾ അത് അഴിച്ചപ്പോൾ അതിൻ്റെ ലീഫും അതുപോലെ തന്നെ കവറിങ്ങും ഒക്കെ നല്ല പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകിയപ്പോഴാണ് അതൊക്കെ ഒന്ന് വൃത്തിയായത്. അപ്പോൾ ഇന്നത്തെ റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യൂ കേട്ടോ.